തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് മിഹിർ അഹമ്മദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് അന്വേഷണം തുടങ്ങി. ആരോപണ വിധേയർ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. മിഹിർ അഹമ്മദിൻ്റെ സഹോദരൻ്റെ മൊഴിയെടുത്തുവെന്ന വാർത്തയും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസിൽ കുറേ ദുരൂഹതകൾ ബാക്കിയുണ്ട്. പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ഇത് വ്യക്തമാക്കാൻ കഴിയൂ. ചില ആളുകൾ പറയുന്നത്, നമ്മൾ രഹസ്യമായിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഈ കുട്ടി റാഗിങ്ങിന് വിധേയമായില്ല എന്ന് പറയുന്ന മറ്റു ചില കാരണങ്ങൾ, അവസാനത്തെ അരമണിക്കൂർ ഈ കുട്ടി ചിലരോടൊക്കെ സംസാരിച്ചു, അതിൻ്റെ സമ്മർദ്ദമാണോ ഈ കുട്ടി ഈ മരണത്തിന് പ്രേരിപ്പിച്ചത് എന്നൊക്കെ സംശയം വരുന്നു. എന്തായാലും ദുരൂഹതകൾ ബാക്കിയാണ്. സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിത് കണ്ടെത്താൻ കഴിയൂ എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിൽ നിന്ന് ശ്യാം കുമാർ തത്സമയം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ ഒരു അന്വേഷണം നടക്കുന്നത്. കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ കേസിൽ ആരോപണ വിധേയർ എന്നതിനാലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം നടക്കുന്നത്. അതിനുശേഷം റിപ്പോർട്ട് ജുവൈനൽ ജസ്റ്റിസ് ബോർഡിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് പുത്തൻകുരിശ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പോലീസ് അറിയിച്ചിരിക്കുന്നത് മിഹിർ പഠിച്ച ആദ്യ സ്കൂളിലുണ്ടായ ചില സംഭവങ്ങളുടെ തുടർച്ചയായിട്ടാണ് രണ്ടാമത് പഠിച്ച സ്കൂളിൽ മിഹിറിന് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. അതേ വിദ്യാർത്ഥികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഗുരുതരമായ കുറ്റമാണെങ്കിൽ മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. കാരണം ഈ കുട്ടികൾ മൈനറാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിയമപരമായി പോലീസിന് പരിമിതികളുണ്ട് എന്നും അവർ പറയുന്നു. ഏതായാലും ഈ കേസിന്റെ അന്വേഷണത്തിന് ശേഷം ജുവൈനൽ ജസ്റ്റിസ് ബോർഡിൽ നിയമപരമായി റിപ്പോർട്ട് സമർപ്പിക്കും. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് കേസിൽ തുടരന്വേഷണം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മിഹിറിന്റെ സഹോദരന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി തൃപ്പൂണിത്തുറ പോലീസ് നിലവിൽ ഈ കേസിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അവരാരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ച് ചില അന്വേഷണം തുടരുന്നത്. എസ്കെൻ. ഓക്കെ, താങ്ക് യു.